രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ വണ്ടർസ്കേപ്സിൻ്റെ 100ാം എപ്പിസോഡിൻ്റെ ഒരു വ്ളോഗ് ചെയ്തിരുന്നു. അതിൽ ഞങ്ങൾ വണ്ടർസ്കേപ്സിൻ്റെ കഴിഞ്ഞ 2 വർഷത്തിൻ്റെ ഈ യാത്രകളും അതിൻ്റെ കുറിച്ചുള്ള കീ ഹൈലൈറ്റ്സും ചില കീ മൊമെൻറ്റ്സൊക്കെയാണ് ഞങ്ങൾ പങ്കുവച്ചത്. പക്ഷേ ഞങ്ങൾ യൂറോപ്പിലും UK-യിലും ട്രാവൽ ചെയ്ത ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഒരു യാത്രയുടെ കുറിച്ച് ഞങ്ങൾക്ക് ആ എപ്പിസോഡിൽ പറയാൻ പറ്റിയില്ല, അതിൽ പങ്കുവെക്കാൻ പറ്റിയില്ല. അതിനെന്താ ഒരു കാരണം വെച്ചാൽ ഞങ്ങൾ ആ സമയത്ത് വ്ളോഗിങ് തുടങ്ങിയിരുന്നില്ല. അപ്പോൾ ആ സാധനത്തിനെ ഞങ്ങൾക്ക് അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല. പക്ഷേ ആ ഒരു യാത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇന്നും ഞങ്ങൾക്ക് 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ഇന്ന് ഞങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ യാത്രയെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ജനുവരി 27 ഹോളോകോസ്റ്റ് മെമ്മോറിയൽ ഡേ ആയിട്ടാണ് ആചരിച്ചു വരുന്നത്. നാസി ജർമ്മനിയിൽ വംശവെറിയുടെ ഇരകളായി കൊല്ലപ്പെട്ടവരും പിന്നെ അതിനെ അതിജീവിച്ചവർക്കുമായിട്ടുള്ള ഒരു മെമ്മോറിയലായിട്ടാണ് ആ ദിവസം ആചരിച്ചു വരുന്നത്. 2018 ഡിസംബറിൽ ഞങ്ങൾ ഏറ്റവും കുപ്രസിദ്ധമെന്ന് പറയാവുന്ന ഓഷ്വിറ്റ്സ് ബർക്കനൗ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ഒരു വിസിറ്റ് നടത്തിയിരുന്നു. ആ വിസിറ്റിലെ ഞങ്ങളുടെ അനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാൻ നിഷ. ഞാൻ ദിലീപ്. വണ്ടർസ്കേപ്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാസി ജർമ്മനിയിലെ പല സ്ഥലങ്ങളിലും കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഓഷ്വിറ്റ്സിലായിരുന്നു. 3 സൈറ്റ്സാണ്: ഓഷ്വിറ്റ്സ് 1, ഓഷ്വിറ്റ്സ് 2 അഥവാ ബർക്കനൗ, മോനോവിറ്റ്സ്. 1940 പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ തടവിലിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഓഷ്വിറ്റ്സ് 1 പ്രവർത്തനം ആരംഭിച്ചത്. പിന്നെ യൂറോപ്പിൻ്റെ പല ഭാഗത്തുനിന്നും ജൂയിഷ് പ്രിസണേഴ്സിനെ കൊണ്ടുവന്നപ്പോൾ ഓഷ്വിറ്റ്സ് 1 അവരൊന്നും താമസിപ്പിക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ അവരൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1942 ഓഷ്വിറ്റ്സ് 2 അഥവാ ബർക്കനൗ ഒരു ഫാക്ടറി ഓഫ് ഡെത്ത് എന്നുള്ള പോലെയാണ് അവർ സെറ്റപ്പ് ചെയ്തു വന്നത്. അപ്പോൾ അവൈലബിൾ റെക്കോർഡ്സ് പ്രകാരം 1940 മുതൽ 1945 സ്റ്റാർട്ടിങ് വരെ ഏകദേശം 13 ലക്ഷം പ്രിസണേഴ്സാണ് ഇവിടെ അവർ ഓഷ്വിറ്റ്സിൽ കൊണ്ടിറക്കിയത്. അതിൽ 11 ലക്ഷം വരെ ആൾക്കാരെ കൊല്ലപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതിലും ഏകദേശം 10 ലക്ഷം ജൂതന്മാരായിരുന്നു എന്നാണ് കണക്ക്. അപ്പോൾ ഇത്രയും വലിയൊരു ഫാക്ടറി ഓഫ് ഡെത്ത് ആയിരുന്നു ഇവിടെ വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ വേൾഡ് വാർ 2 കഴിയുമ്പോഴേക്കും ടുവേർഡ്സ് ദ എൻഡ് ഓഫ് 1944 സോവിയറ്റ് റെഡ് ആർമി പോളണ്ട് വഴി ജർമ്മനി ഭാഗത്തേക്ക് കയറി വന്നപ്പോഴാണ് അവർ ഈ ക്യാമ്പ് സൈറ്റ് വന്ന് കാണുന്നതും ഈ ക്യാമ്പ് സൈറ്റിലുള്ള ആൾക്കാരെയൊക്കെ അവിടുന്ന് റിലീസ് ചെയ്യുന്നതും. അത് നടന്നതാണ് ജനുവരി 27, 1945. അന്നാണ് അവർക്ക് മനസ്സിലാവുന്നത്, എൻറ്റയർ വേൾഡിന് ആക്ച്വലി മനസ്സിലാവുന്നത് ഇത്രയും വലിയൊരു ഡെത്ത് ഫാക്ടറി ഇവിടെ, ഇത്രയും വലിയൊരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ് ഇവിടെ നടന്നിരുന്നത്. ഇത്രയും വലിയൊരു കൂട്ടക്കൊലയാണ് ഇവിടെ നടത്തി വന്നത്. അന്നാണ് ഈ ഹൊറേഴ്സ് ഓഫ് ഹോളോകോസ്റ്റ് പുറത്തേക്ക് വന്നത്. ആബേറ്റ് മാഹ്ഫെ വർക്ക് സെറ്റ്സ് യു ഫ്രീ എന്ന് പറഞ്ഞ ഈ കുപ്രസിദ്ധമായ വാക്കുകൾ എഴുതി വെച്ച ഈ ഗേറ്റ് കടന്ന് ഓഷ്വിറ്റ്സ് 1 ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തോ ഒരു ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് നമുക്കുള്ളത്. അന്തരീക്ഷത്തിൽ മാത്രമല്ല, നമ്മുടെ മനസ്സിലും ഒരു തണുപ്പ് അരിച്ചു കയറണ ഒരു ഫീൽ, പേടിപ്പെടുത്തണ എന്തോ അറിയാതെ നമ്മുടെ ഉള്ളിൽ വരണ ഒരു ഫീൽ. ഓഷ്വിറ്റ്സ് 1 മെയിനായിട്ട് കുറേ ബ്ലോക്ക് ഓഫ് ബിൽഡിങ്സ് ആണ്. പണ്ടത്തെ പ്രിസണേഴ്സിനെ താമസിച്ചിരുന്ന ബിൽഡിങ്സ് ഇപ്പോൾ അവർ എക്സിബിഷൻ ഹാൾസായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഹോളോകോസ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള പല വിവരങ്ങളും എക്സിബിറ്റ്സും പല ബ്ലോക്കുകളായിട്ട് അവരിവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം നമുക്ക് ടച്ചിങ് ആയിട്ട് തോന്നുക ഈ ഹോളോകോസ്റ്റ് ഇതിൻ്റെ ഹിസ്റ്ററി പറയുന്ന എക്സിബിറ്റ്സ് ഉണ്ട്. എന്ന് മുതലാണ് ഇവർ നാസികൾ ഇത് തുടങ്ങിയ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ.
അതേപോലെ പ്രിസണേഴ്സിൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സൊക്കെ എക്സിബിറ്റ് ചെയ്ത ഒരു ഹാളുണ്ട്. അതിൽ ഗ്യാസ് ചേമ്പറിൽ അവരെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് അവരെ ഷേവ് ചെയ്തിട്ടുള്ള മുടികൾ, കണ്ണടയുടെ ഫ്രെയിം, അതുപോലെ ഷൂസ്, അവരുടെ ഡ്രസ്സ്, അവരൊക്കെ അവരുടെ പെട്ടികൾ കൊണ്ടുവന്ന പെട്ടികൾ, ബാഗ്, അതിൻ്റെ അകത്തുള്ള യൂട്ടൻസിൽസ്, അതുപോലെ നടക്കാൻ വയ്യാത്തവരുടെ കാലിൻ്റെ ഹാൻഡിക്യാപ്പ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രോസ്തറ്റിക് ആയിട്ടുള്ള കാലുകളോ അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കോ, അതൊക്കെ അങ്ങനെ പല സാധനങ്ങളും അവിടെ അവർ എക്സിബിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതോ 1, 2, 3 അല്ല, ആയിരക്കണക്കിനാണ്. അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ അറിയാതെ കരഞ്ഞു പോവും. അതല്ലാതെ നമുക്ക് വേറൊരു വികാരമോ, സങ്കടം അല്ലാതെ വേറൊരു വികാരമോ അപ്പോൾ അവിടെ തോന്നില്ല. വേറൊരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച അവിടെ ഉള്ളത് ബ്ലോക്ക് 10ഉം ബ്ലോക്ക് 11ൻ്റെ ഇടയിൽ ഡെത്ത് വാളാണ്. ഇവിടെയാണ് നാസിക്കാർ ഈ പ്രിസണേഴ്സിനെയൊക്കെ നിർത്തിയിട്ട് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അപ്പുറത്തിപ്പുറത്തൊക്കെ ആൾക്കാർ നിന്ന് ഇങ്ങനെ കാണും. അതൊക്കെ ഒരു ഭയങ്കര നമ്മളെ വിഷമിപ്പിക്കുന്ന ചില കാഴ്ചകളാണ്. പലതരത്തിലുള്ള ടോർച്ചറിങ്ങും ഇവിടെ നടന്നിരുന്നു. അതിൽ ഒരുപക്ഷെ ഏറ്റവും ക്രൂരമായൊരു ടോർച്ചറിങ് റോൾ കോളായിരുന്നു. എല്ലാ ദിവസവും റോൾ കോളുണ്ട്. അപ്പോൾ അതിനു വേണ്ടി മഞ്ഞത്തും മഴയത്തും തണുപ്പത്തും കാറ്റത്തും മണിക്കൂറോളം ഈ പ്രിസണേഴ്സിനെ അവർ നിരത്തി നിർത്തും. അതിൻ്റെ ഇടയിൽ അവർ വീണുവെച്ചാൽ മർദ്ദനം, അല്ലെങ്കിൽ അനങ്ങിയാൽ ചിലപ്പോൾ വെടിവെച്ച് കൊല്ലുക, അങ്ങനെയുള്ള പല ക്രൂരതകളും അവർ ചെയ്തിരുന്നു. അതൊക്കെ കണ്ട് മരവിച്ച മനസ്സുമായിട്ട് പിന്നെ നമ്മൾ എത്തുക അവരുടെ ലിവിങ് കണ്ടീഷൻസ് കാണിക്കുന്ന എക്സിബിഷൻസിലേക്കാണ്. അത് ഓരോ സമയത്ത് ഓരോ തരത്തിലായിരുന്നു ലിവിങ് കണ്ടീഷൻസ്. ചില സമയത്ത് നിലത്ത് വെറും വൈക്കോല് മാത്രമേ ഉണ്ടാവുള്ളൂ, ചില സമയത്ത് പായകൾ, ചില സമയത്ത് ബങ്കേഴ്സ് ഉണ്ടായിരുന്നു. ടോയ്ലറ്റ്സ് 10-60 ആൾക്കാർക്ക് വേണ്ടി ഒരു ടോയ്ലറ്റ്, വാഷ്റൂംസ് ഒന്നുമില്ല. അങ്ങനെ വൃത്തിഹീനമായ സാഹചര്യങ്ങളായിരുന്നു ഈ ക്യാമ്പിൽ. കുറേ ബ്ലോക്സിൽ എക്സിബിഷൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെത്തുക ഗ്യാസ് ചേമ്പറിലേക്കാണ്. ചൂടുള്ള ഭക്ഷണത്തിൻ്റെയും കുളിയുടെയും പേരിൽ മോഹിപ്പിച്ച് അവരെ മരണത്തിലേക്ക് തള്ളിവിട്ട ഗ്യാസ് ചേമ്പറാണത്. ഇരുട്ടറയാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവരെ കൊന്നു കഴിഞ്ഞ് കത്തിച്ച് കളയണ ഒരു ക്രിമറ്റോറിയം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇത് കാണാം നമുക്ക്. മുകളിൽ സൈക്ലോൺ ബി എന്ന് പറഞ്ഞ പോയ്സണസ് ഗ്യാസ് ഇട്ടിരുന്ന അറ കാണാം, അല്ലെങ്കിൽ ആ വാൽവ് കാണാം. അതൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് വരും. ഈ ഗ്യാസ് ചേമ്പറിൻ്റെ തൊട്ടടുത്ത് നോക്കിയാൽ കാണാവുന്ന സ്ഥലത്താണ് ക്യാമ്പ് അധികാരിയായിരുന്ന റുഡോൾഫ് ഹോസിൻ്റെ വീട്. പിന്നെ ഓഷ്വിറ്റ്സ് ലിബറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറ്റവിചാരണയുടെ സമയത്ത് റുഡോൾഫ് ഹൂസിനെ തൂക്കിക്കൊന്നതും ഈ ഒരു പരിസരത്ത് എന്നുള്ളത് വിധിയുടെ ഒരു ന്യായം തന്നെയായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഓഷ്വിറ്റ്സ് 1 കാഴ്ചകൾ, മനസ്സ് മരവിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ ശേഷം നമ്മളിനി പോകുന്നത് ബർക്കനൗ അല്ലെങ്കിൽ ഓഷ്വിറ്റ്സ് 2ലേക്കാണ്. അത് ഇവിടുന്ന് ഏകദേശം 3 മൈൽ ദൂരമുണ്ട്. അപ്പോൾ ഇനി അവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം.